അല്ല, എവിടെ വരെയായി ഒരുക്കങ്ങള്? നടക്കുന്നു. അതിനിടയ്ക്കാണല്ലോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. എന്ന് വെച്ച് കല്യാണത്തിനൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും. എല്ലാരും കരുതിയത് ഞാൻ തീപിടുത്തം അറിഞ്ഞിട്ട് വന്നതാണെന്നാ. കൂടെ വന്ന സിദ്ധേട്ടനോട് പോലും ഞാൻ ആ രഹസ്യം പറഞ്ഞിരുന്നില്ല. ഇവിടെ വന്ന് നിങ്ങളോടായിട്ട് വേണം എനിക്കിത് പറയാനെന്ന് തീരുമാനിച്ചതുകൊണ്ടാ അങ്ങനെ ചെയ്തത്. രഹസ്യം? എന്ത് രഹസ്യം? ആരും എതിർത്തൊന്നും പറയരുത്. എന്റെ ഒരു ആഗ്രഹമാണ്. എല്ലാരും കൂടി അതങ്ങ് നടത്തിത്തരണം. മോള് കാര്യം എന്താണെന്ന് വെച്ചാ പറ. അതെ, എന്നാലല്ലേ നടത്തിത്തരാൻ പറ്റുമോ ഇല്ലയോന്ന് പറയാൻ പറ്റൂ. ദേവിക ചേച്ചി എനിക്കിപ്പോ എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാ. അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യണം എനിക്ക്. അതുകൊണ്ട് ഈ കല്യാണത്തിന്റെ മുഴുവൻ ചെലവും അത് ഞാൻ വഹിക്കും. അതൊന്നും വേണ്ട. ദേവികമ്മയുടെ കല്യാണം നടത്താനുള്ള കാശ് തൽക്കാലം എൻ്റെ കയ്യിലുണ്ട്. അല്ല, വലിയ രീതിയിലുള്ള കല്യാണമൊന്നും എന്റെ മനസ്സിലില്ല ചന്ദ്രേ. അതുകൊണ്ട് അച്ഛൻ തന്നെ അത് നടത്തി തന്നോളൂ. ചന്ദ്ര അതിനു വേണ്ടി 1 രൂപ പോലും മുടക്കണ്ട. അച്ഛനില്ലാത്ത കുട്ടിയാ ഞാൻ. ജീവിതത്തിൽ തനിച്ചായി പോയവള്. നിങ്ങളാ എന്റെ ബന്ധുക്കള്. നിങ്ങൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാ ആരെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടെന്ന് തോന്നാറ്. ദയവ് ചെയ്ത് ആ അവസരം എനിക്ക് നിഷേധിക്കരുത്. കാശല്ലല്ലോ ദേവിക ചേച്ചി, ചെയ്യാനുള്ള ഒരു മനസ്സല്ലേ പ്രധാനം. എനിക്കതുണ്ട്. പറ്റില്ലെന്ന് മാത്രം പറയരുത്. അതല്ല മോളെ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോന്ന് മോള് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അത് ആളുകൾ അറിഞ്ഞാൽ എന്ത് പറയും? ആരെന്ത് പറയാൻ? ആരും ഒന്നും പറയില്ല. അതിന് വേറെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ലല്ലോ. എടാ മനോഹര, ഈ കുട്ടി പറഞ്ഞത് ശരിയാ. ഈ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അത് നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാ. അതിലൊരു തെറ്റുമില്ല. അത് തന്നെ എന്റെ അഭിപ്രായം. ഈ സ്നേഹം എന്ന് പറയുന്നത് പൊതിഞ്ഞു കെട്ടിവെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാ. അത് ചന്ദ്ര പ്രകടിപ്പിക്കുന്നതിൽ എന്താ കുഴപ്പം? മോള് ചെലവ് ചെയ്തോ. ഈ വീട്ടിലാരും അതിനെതിരൊന്നും പറയില്ല. ഇതറിയുമ്പോ എന്റെ അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കും. അച്ഛന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോനെ. ദേവി ചേച്ചി ഇപ്പൊ തന്നെ വരണമെന്ന് തോന്നുന്നുണ്ടോ? എന്നാ പോന്നോ, സിദ്ധുവിന്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. ഇല്ല, എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ. അതെ, അതാണ് ശരി. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. എന്നാ വരട്ടെ. ശരി ശരി അച്ഛാ. ശരി. ആ കുട്ടിയുടെ കാല് കഴുകി വെള്ളം കുടിക്കണം. ആര് ചെയ്യും ഇങ്ങനെയൊക്കെ? ഒരു കല്യാണത്തിന്റെ ചെലവ് മുഴുവൻ വഹിക്കാന്നൊക്കെ വെച്ചാ അത്രയ്ക്ക് ചെറിയ കാര്യമാണോ? അല്ല, ഈ ചെലവെന്ന് പറയുമ്പോ അതില് സ്വർണം പെടുവോ? ചോദിക്കുന്നത് മോശമല്ലേന്ന് കരുതിയിട്ടാ ഞാൻ ചോദിക്കാതിരുന്നേ. ദേ എന്റെ പാർവതി, ചെലവ് മുഴുവനെന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും. സ്വർണവും പെടും. ഭാഗ്യം. എന്ത് ഭാഗ്യം! നമ്മുടെ അച്ഛനെ ജയിലിൽ കിടത്തിയ കൂട്ടരവര്. അതാരും മറക്കരുത്.
ഡീ തെറ്റുപറ്റാത്ത ആരാടിയുള്ളത്? ഏതൊരു പടുപാപിക്കും മാനസാന്തരം വരും, പശ്ചാത്തപിക്കും. അത് നമ്മൾ അങ്ങ് അംഗീകരിക്കണം. ആ ഒരു ആനുകൂല്യം മുതലെടുത്താണല്ലോ ഇവിടെ ചിലർ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നത്. അതെന്താ മനോഹരൻ നീ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ആരാടാ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നേ? അച്ഛൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞ മുത്തശ്ശി, കുറച്ച് നാളായി ഞാൻ ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തുറന്നു പറ, ഞാനങ്ങ് പൊക്കോളാം. എന്താ ശരത്ത് മോനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ഈ വീട്ടിലെ മരുമോനാ. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണോന്ന് ആരെങ്കിലും വിചാരിക്കോ? അഥവാ ആരെങ്കിലും വിചാരിച്ചാൽ തന്നെ അതവരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. മോൻ ഇവിടെ തന്നെ താമസിക്കും, നിനക്കിഷ്ടമുള്ള കാലത്തോളം. മുത്തശ്ശിയുടെ അമ്മയുടെ സ്നേഹം, അതുകൊണ്ട് മാത്രം എല്ലാം സഹിച്ച് ഞാനിവിടെ നിൽക്കുന്നു. ഗതിയില്ലാത്തവനൊന്നും അല്ല ഞാൻ. ചന്ദ്രലേഖ വന്നിച്ചാല് മുഴുവൻ ഏറ്റുപോയി, അല്ലെങ്കിൽ അത് മുഴുവനും ഞാൻ വഹിച്ചേനെ. അയ്യോ അയ്യോ, അത് വേണ്ട. അതെന്തിനാ മോൻ ചെലവാക്കുന്നേ? ആ കാശ് മോന്റെ ബാങ്കിൽ തന്നെ കിടക്കട്ടെ. യാത് ബാങ്കില് അതെ, നിനക്ക് നിത്യമോൾക്കും വേണ്ടിയാ നീ സമ്പാദിക്കുന്നത്. അതെടുത്ത് മറ്റാർക്കും വേണ്ടി ചെലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. കേട്ടല്ലോ മനോഹര, ഇന്നു മുതൽ കുത്തുവാക്കുകൾ അവസാനിപ്പിച്ചോളണം. നിന്നെ പലരും പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. ശരത്തുമോനെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതെ, നീ ഒന്നും വിചാരിച്ചാ മാറത്തില്ല. നീ വന്നെടി പാർവതി, ചുമ്മാ നോക്കിയൊന്ന് നിൽക്കുക.